മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ CMRL MD CN ശശിധരൻ കർത്തയ്ക്ക് ED വീണ്ടും നോട്ടീസ് അയച്ചു. ഇന്ന് 10:30 ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയിലായിരുന്നു സമൻസ് അയച്ചത്. ഇന്നലെ ഹാജരാകാതിരുന്നതിനെ തുടർന്നാണ് വീണ്ടും ED സമൻസ് അയച്ചത്. CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയോട് തിങ്കളാഴ്ച ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ അറിയിച്ച് മറുപടി നൽകിയെന്നായിരുന്നു വിവരം. അതേസമയം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം മുറുകുമ്പോൾ തന്നെ EDയും കേരളത്തിൽ കളം നിറഞ്ഞു നിൽക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകളെ വെട്ടിലാക്കുന്ന വിധത്തിലുള്ള നീക്കങ്ങളിലേക്കാണ് ED നീങ്ങുന്നത്. CMRL എക്സാലോജിക് ഇടപാടിന് പിന്നിലെ രഹസ്യങ്ങൾ കണ്ടെത്താനുള്ള തിരക്കിട്ട ശ്രമങ്ങളാണ് ഇപ്പോൾ ED നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുകയാണ്. ഇന്നലെ ഉച്ചയോടെ തുടങ്ങിയ CMRL ജീവനക്കാരുടെ ചോദ്യം ചെയ്യൽ ഇന്നലെ രാത്രി വൈകിയും പുലർച്ചെയും തുടർന്നു. ഇന്നും ചോദ്യം ചെയ്യൽ തുടരും. ഇന്നലെ രാത്രി മുഴുവനും ഇവരെ ED ചോദ്യം ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. ഇന്നലെ രാവിലെയോടെയാണ് 3 CMRL പ്രതിനിധികൾ EDക്ക് മുന്നിൽ ഹാജരായത്. CMRL ചീഫ് ഫിനാൻസ് ഓഫീസർ, IT മാനേജർ, സീനിയർ IT ഓഫീസർ എന്നിവരാണ് ഇന്നലെ ഹാജരായിരുന്നത്. എന്നാൽ CMRL MD ആയ ശശിധരൻ കർത്തയുടെ മൊഴിയെടുക്കൽ നിർബന്ധമാണെന്ന നിലപാടിലായിരുന്നു ED നോട്ടീസിനെതിരെ കർത്ത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും അനുകൂല വിധി ഉണ്ടായിരുന്നില്ല. CMRLും എക്സാലോജിക് കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് ED പരിശോധിക്കുന്നത്. എക്സാലോജിക്കിന് CMRLിൽ നിന്ന് 1.72 കോടി ലഭിച്ചു എന്ന കണ്ടെത്തലായിരുന്നു കേസിന്റെ ആധാരം. IT സേവനങ്ങളുടെ പ്രതിഫലം എന്ന നിലയിലാണ് ഈ പണം നൽകിയത് എന്നാണ് വാദം. എന്നാൽ ഇല്ലാത്ത സേവനത്തിന്റെ പേരിലാണ് പണം നൽകിയത് എന്ന പരാതികളെ തുടർന്ന് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ആരംഭിച്ചു. ഇതിന് പിന്നാലെയാണ് EDയും കേസിൽ അന്വേഷണം തുടർന്നത്. CMRLിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാകും ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരെ ED ചോദ്യം ചെയ്യുക. മുഖ്യമന്ത്രിയുടെ മകൾ അടക്കമുള്ളവരെ കൂടി വിളിച്ചു വരുത്താനുള്ള നീക്കത്തിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി. ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാസപ്പടി വിവാദം മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി ഉയർത്തിക്കൊണ്ട് വന്നിരുന്നു. ഏപ്രിൽ 26-ന് കേരളത്തിൽ നടക്കുന്ന 2ാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുമ്പ് വിഷയം വലിയ വിവാദമാക്കാനാണ് BJP ശ്രമിക്കുന്നത്. വോട്ടെടുപ്പിലേക്ക് കേരളം നീങ്ങുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ചു വരുത്താമെന്നും EDക്ക് കണക്കുകൂട്ടലുണ്ടെന്ന് സൂചനയുണ്ട്. കേരളത്തിലെ പ്രതിപക്ഷ കക്ഷിയായ UDFും മുഖ്യമന്ത്രിയുടെ മകളുടെ പങ്ക് ചൂണ്ടിക്കാണിച്ച് രംഗത്തെത്തി. എന്നാൽ വിഷയത്തിൽ പ്രതികരിച്ച തെരഞ്ഞെടുപ്പ് സമയത്ത് വിഷയം ചർച്ചയാക്കേണ്ടെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാരും CPMും. അതേസമയം CMRL മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ സംഘം ചോദ്യം ചെയ്തിരുന്നില്ല. എക്സാലോജിക്കുമായി സംശയകരമായ ഇടപാടുകൾ നടത്തിയ സ്ഥാപനങ്ങളുടെ മേധാവിമാരെ SFIO താമസിക്കാതെ ചോദ്യം ചെയ്യും. 12 സ്ഥാപനങ്ങളിൽ നിന്നും ഇതിനോടകം സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ ഉൾപ്പെടെ SFIO ശേഖരിച്ചിട്ടുണ്ട്. ഇത് വിശദമായി പരിശോധിക്കും. എക്സാലോജിക്കുമായി ബന്ധമുള്ള 8 സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ പരാതിക്കാരനായ ഷോൺ ജോർജ് SFIOയ്ക്ക് നേരത്തെ കൈമാറിയിരുന്നു. ഈ സ്ഥാപനങ്ങളിൽ നിന്ന് രേഖകൾ ആവശ്യപ്പെട്ടിരുന്നു. സാന്റ മോണിക്ക, JDT ഇസ്ലാമിക്, അനന്തപുരി എഡ്യൂക്കേഷൻ സൊസൈറ്റി, കാരക്കോണം CSI മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ പല സ്ഥാപനങ്ങളും ചെറുതും വലുതുമായ തുക എക്സാലോജിക്കിന് കൈമാറിയിട്ടുണ്ട്. ഈ തുകയ്ക്ക് സേവനം ലഭിച്ചിട്ടുണ്ടോ എന്നാണ് SFIO പ്രധാനമായും പരിശോധിക്കുന്നത്. വിവാദ കരിമണൽ കമ്പനി എക്സാലോജിക്കിന് കൈമാറിയ തുക അഴിമതി പണമാണെന്ന് തെളിഞ്ഞാൽ അത് മുഖ്യമന്ത്രിക്കും കുരുക്കാകും. മുഖ്യമന്ത്രിയുടെ പദവി ഉപയോഗിച്ചാണ് വീണ CMRLിൽ നിന്ന് പണം കൈപ്പറ്റിയതെന്നാണ് ആദായ വകുപ്പ് ഇടക്കാല തർക്ക പരിഹാര ബോർഡിന്റെ കണ്ടെത്തൽ.